ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ രാവിലെ വന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ ഗാർഡൻ്റെ അകത്ത് നല്ല ഒരു ഫ്ലവർ വിരിഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുത്തത്. നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി. ഇത് റെഡ് ഷാങ്കായ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്, താമര ഇനമാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഇത് നോർമലി സിംഗിൾ പെറ്റലാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കളറുമാണ്. ഈ വീഡിയോയിലേക്ക് നമ്മൾ കാണുന്നതിനെക്കാട്ടിയും നല്ല റെഡിഷ് കളറിലാണ് ഇത് വിരിഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സിംഗിൾ പെറ്റൽ വെറൈറ്റിയാണ്. നല്ല മാർക്കറ്റിന് അത്യാവശ്യം ഡിമാൻഡുള്ളൊരു വെറൈറ്റിയും കൂടാണ് ഇപ്പോഴും റെഡ് ഷാങ്കായ്. നല്ല ഭംഗിയാണ്, അതും നമ്മുടെ കൈയെക്കാട്ടിയും വലിപ്പത്തിലാണ് ഇത് വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്ര നല്ല ഫ്ലവറാണ് ഇതിന് വരുന്നത്. നല്ല വലിയ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലീവ്സും ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ള ലീവ്സാണ്. കുറച്ച് വലിയ ഇലകളും അതേപോലെ തന്നെ പൂവും അത്യാവശ്യം വലിയ പൂക്കളും തരുന്നൊരു വെറൈറ്റിയാണ് റെഡ് ഷാങ്കായ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഇന്ന് രാവിലെ നമ്മൾ വന്നപ്പം ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. മഴയൊക്കെ പെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് രാവിലെ നമ്മൾ വന്ന് കണ്ടപ്പം നല്ല ഒരു ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഈ സിംഗിൾ പെറ്റലാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് റെഡ് ഷാങ്കായ്. പക്ഷേ ഇത് സെമി ട്രോപ്പിക്കലാണ്. നമുക്ക് വെച്ചാൽ തന്നെ ഒരു 4-5 ഫ്ലവറൊക്കെ ചിലപ്പോൾ ഒരേ സമയം തരത്തുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും അത് ഡോർമൻസി എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പോകും. ആ സമയത്ത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഇളക്കി നട്ടു കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും അത് ഫ്ലവർ ചെയ്യും. അങ്ങനെ ഒരു വെറൈറ്റിയാണിത്. അത്യാവശ്യം ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ്, എന്നാൽ കൂടി സെമി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്കുണ്ട്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സീഡ് പോഡ് കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിൽ സീഡ് പോഡ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആ സീഡ് ഇട്ട് വേണമെങ്കിൽ കിളിപ്പിച്ചെടുക്കാം. പിന്നെ സെയിം ക്വാളിറ്റി കിട്ടണമെന്നില്ല. നമ്മൾ സീഡ് മുളപ്പിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെതായ ക്വാളിറ്റി കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്കിതിൽ സീഡ് പോഡ് കിട്ടും. അപ്പോൾ സീഡൊക്കെ വേണമെങ്കിൽ എടുത്ത് കിളിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ട്യൂബേഴ്സും ശരിക്കും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഡോർമൻസി ആവുന്ന സമയത്ത് നമുക്ക് ഇത് ഇളക്കി നോക്കാമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് റണ്ണേഴ്സും ട്യൂബേഴ്സും ഒക്കെ ധാരാളം കിട്ടുന്ന ഒരു വെറൈറ്റിയും കൂടാണ് റെഡ് ഷാങ്കായ്. പെട്ടെന്ന് ഡോർമെൻ്റ് ആവുന്ന ഒരു വെറൈറ്റിയും കൂടാണ് റെഡ് ഷാങ്കായ്. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടെ മഴ പെയ്ത് ആകെ നമ്മുടെ താമരയെല്ലാം വീണൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇത് അഖിലയുടെ ബഡാണ് കണ്ടത്. ഇത് വൈറ്റ് പിയോണി. അപ്പോൾ എല്ലാം ഫ്ലവറെല്ലാം മഴയൊക്കെ പെയ്ത് കാരണം നാശമായി നിൽക്കുകയാണ്. ബഡ് ചെറിയ ചെറിയ ബഡുകളൊക്കെ നിൽപ്പുണ്ട്. വൈറ്റ് പിയോണി നിറച്ച് ബഡ് നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ ഗാർഡനിലെ കാഴ്ചകൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് നന്ദി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ഗാർഡൻ സംബന്ധമായ വീഡിയോകളാണ് ഇതിൽ കൂടുതൽ വിടുന്നത്. അതേപോലെ തന്നെ സെയിൽ വീഡിയോയും മെയിൻലി താമര ആമ്പലുമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മളൊരു പുതിയ ഗാർഡൻ സംബന്ധമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.